ഒന്നുമല്ല, കഴിഞ്ഞ സീസൺ 5ാമത്തെ സീസണായ കഴിഞ്ഞ സീസണിൽ കൺഫർമേഷൻ നേരത്തെ പറഞ്ഞത് കാരണം ഇതിൽ സെലക്ട് ആയ പല ആൾക്കാരും നേരത്തെ തന്നെ വിളിച്ച് സംസാരിക്കുകയും ഏറ്റവും മോശം ഈ 5 സീസൺ അപേക്ഷിച്ച് ഏറ്റവും മോശം സീസണായിരുന്നു 5ാമത്തെ സീസൺ. പിന്നെ ബിഗ് ബോസ് സീസൺ 4 ശേഷം കുറെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് മത്സരമായി കാണാനും ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാര്യം നോക്കി മാനവ മര്യാദയ്ക്ക് ജീവിക്കാനും ഈ വിവരക്കേടും കോമാളിത്തരങ്ങളും സമൂഹത്തിന്റെ മുന്നിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്നതല്ല, ഹൗസിനുള്ളിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്നത് ഒരു ഷോയുടെ ഭാഗമാണെന്നും മത്സരം മോശമായതുകൊണ്ട് അവരുടെ ക്രെഡിറ്റ് കൊണ്ട് കയറ്റാനും പിടിക്കാനൊന്നുമല്ല. അതായിരുന്നു ഈ സീസണിന്റെ കാഴ്ചപ്പാട്. എല്ലാ സീസണുകളും ഒരേപോലെ ആയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ മനുഷ്യർ തമ്മിൽ കടിച്ചു കീറുന്നത് മാത്രം കണ്ട് ആസ്വദിക്കുന്ന, മറ്റൊരുവന്റെ വേദന കണ്ട് ആസ്വദിക്കുന്ന, മറ്റൊരുത്തിനെ കുറ്റപ്പെടുന്നത് കണ്ട് ആസ്വദിക്കുന്ന ഒരു വിഭാഗം ജനത നമുക്കിടയിലുണ്ട്. അത്തരം ആൾക്കാർക്ക് അത്തരം കണ്ടന്റുകൾ മാത്രമായിരിക്കും അവരെ ആസ്വദിപ്പിക്കുന്നത്, ഇഷ്ടപ്പെടുന്നതും. അല്ല ഹലോ ചങ്ങായിമാൻ, അങ്ങനെ ബിഗ് ബോസ് സീസൺ 6 ആരംഭിക്കാൻ പോകുന്ന ഡേറ്റ് വരെ തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് പഴയ സീസണിനെ കുറിച്ചിട്ട് ചില ആരോപണങ്ങളായിട്ട് ചിലർ ഇപ്പോൾ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഉദാഹരണത്തിന് നമ്മുടെ പോളിഫിറോസ്, അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹം കുറച്ച് ആരോപണങ്ങൾ, പ്രശസ്തമായ കുറച്ച് കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് നമ്മുടെ ഈ അഖിൽ മാരാർ ഇപ്പോൾ പൊതുമധ്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി അദ്ദേഹവും അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ അഖിൽ മാരാർ ഇപ്പൊ ഇത്രത്തോളം ശക്തമായിട്ട് മറുപടി പറയാനും വേണ്ടി പോളിഫിറോസ് എന്താണ് പറഞ്ഞതെന്ന് കേൾക്കട്ടെ ആദ്യം തന്നെ. അതുകൊണ്ട് തന്നെ പോളിഫിറോസ് എന്താണ് പറഞ്ഞത് നമുക്ക് ആദ്യം കേൾക്കാം. പിന്നെ അഖിൽ മാരാർ പറഞ്ഞതിലുള്ള കുറച്ച് കാര്യങ്ങൾ ശരിയാണ്, കുറച്ച് കാര്യങ്ങൾ നമ്മൾ എതിർക്കേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമുക്ക് അത്ര ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില കാര്യങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കേൾക്കാം, നമുക്ക് മറുപടികൾ പറയാം. ആദ്യം തന്നെ പോളിഫിറോസ് പറഞ്ഞെന്താണെന്ന് കേട്ടു നോക്കാം. ബിഗ് ബോസ് സീസൺ 6 എത്താൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം. പക്ഷെ ഇതുവരെയും കണ്ടസ്റ്റൻസിനോട് കൺഫർമേഷൻ പറഞ്ഞിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ സീസൺ 5ാമത്തെ സീസണായ കഴിഞ്ഞ സീസണിൽ കൺഫർമേഷൻ നേരത്തെ പറഞ്ഞത് കാരണം ഇതിൽ സെലക്ട് ആയ പല ആൾക്കാരും നേരത്തെ തന്നെ വിളിച്ച് സംസാരിക്കുകയും അവര് മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. ബിഗ് ബോസ് പോകുന്നതിന് മുന്നേ തന്നെ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയും അവരൊരു ഗെയിം പ്ലാൻ നേരത്തെ തന്നെ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ സീസണിലെ ഈ ഗെയിം പ്ലാൻ കാരണം നമുക്കറിയാം ഏറ്റവും മോശം ഈ 5 സീസൺ അപേക്ഷിച്ച് ഏറ്റവും മോശം സീസണായിരുന്നു 5ാമത്തെ സീസൺ. റേറ്റിംഗ് വളരെ കുറഞ്ഞത് കാരണം തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള 4 പേരെ ചലഞ്ചറായിട്ട് അതിനുള്ളിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി. അതുകൂടാതെ തന്നെ മറ്റു പല പരീക്ഷണങ്ങളും നടത്തി, ഫാമിലിയെ കൊണ്ടുവന്നു, എന്തെല്ലാം പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. എൻഡ് ഓഫ് ദി ഡേ ഇതൊരു ബിസിനസ് ആണ്. അപ്പൊ അതിന് ലാഭം കിട്ടുക എന്നുള്ളത്, അതായത് ടാം റേറ്റിംഗ് വരുത്തിക്കാൻ വേണ്ടി അവർ പല കളികളും നോക്കിയിരുന്നു. ഇപ്രാവശ്യം എല്ലാ പഴുതുകളും അടച്ചിട്ടാണ് ബിഗ് ബോസ് നമുക്ക് മുന്നിലെത്തുന്നത്. ഒരു രീതിയിലുള്ള ഗെയിം പ്ലാനോ മറ്റോ ഒരു പരിപാടി കണ്ടസ്റ്റൻസിന്റെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലുള്ള ലൂപ്പ് പോയിന്റ്സ് പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് കരുതിയിട്ടാണ് ബിഗ് ബോസ് ഇത്തരം ഒരു നിലപാടെടുത്തത്. ഏതായാലും ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് അതിഗംഭീരമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസിനും ഓൾ ദ വെരി ബെസ്റ്റ്. കേട്ടില്ലേ പോളിഫിറോസിന്റെ ആരോപണങ്ങൾ? ആദ്യത്തെ ആരോപണം തന്നെ പറഞ്ഞു, കൺഫർമേഷൻ നേരത്തെ കിട്ടിയോണ്ട് തന്നെ ആ പ്രോഗ്രാമിലേക്ക്, എന്ന് വെച്ചാൽ സീസൺ 5 പ്രോഗ്രാമിലേക്ക് ആ സീസണിൽ ചെല്ലുന്നവരൊക്കെ മുൻപേ പുറത്തുനിന്നും പരിചയപ്പെടുകയും പുറത്തുനിന്നും ഗെയിം പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ആ പറയുന്ന ബിഗ് ബോസ് ഹൗസിലേക്ക് ചെന്നത്. തുടർന്ന് ആ ബിഗ് ബോസ് ഹൗസിൽ ചെന്നിട്ട് അവരുടെ ഗെയിം പ്ലാൻ അനുസരിച്ചാണ് ആ ഗെയിം കളിച്ചത്. അതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് അതൊരു ഗുമ്മില്ലാതെയായി തോന്നിയതെന്നും, അതുപോലെ തന്നെ കഴിഞ്ഞ സീസൺ അത്ര ഗുമ്മൊന്നും ഉണ്ടായിരുന്നില്ല, അതേപോലെ തന്നെ കമ്പനിക്ക് നഷ്ടമായിരുന്നു കഴിഞ്ഞ സീസൺ എന്നാണ് പോളിഫിറോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രത്തോളം വലിയ ആരോപണങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെയാണ് നമ്മൾ അഖിൽ മാരാർ മറുപടിയുമായി വന്നിരിക്കുന്നത്. അഖിൽ മാരാറിന്റെ മറുപടിയും കൂടി ഒന്ന് കേട്ട് നോക്കാം. പിന്നെ ഈ തവണത്തെ ബിഗ് ബോസിലേക്ക് കുറെ ഡിഷൻ ലിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ ആരൊക്കെ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അവരുടെ പേരുകൾ മെൻഷൻ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയിൽ കൂടി തന്നെ അഖിൽ മാരാറിന്റെ മറുപടി നമുക്കൊന്ന് കേട്ടു നോക്കാം. വരാൻ പോകുന്ന ബിഗ് ബോസ് സീസൺ 6 എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബിഗ് ബോസ് സീസൺ 5 കുറിച്ച് ആവശ്യത്തിനും അനാവശ്യത്തിനും കോൺട്രവേഴ്സി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചില ആരാധകരോടും മുന്നും ചില മത്സരാർത്ഥികളോടും കൂടി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ബിഗ് ബോസ് സീസൺ 5 ആയിരുന്നു ഇതുവരെ നടന്ന ബിഗ് ബോസുകളിൽ ഏഷ്യാനെറ്റിന് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കി കൊടുത്ത സീസൺ. TRPയുടെ മാത്രം അടിസ്ഥാനത്തിലല്ല ഒരു ചാനലിന് ലാഭം വരുന്നത്, വലിയ സ്പോൺസർഷിപ്പിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അതുമാത്രമല്ല, ഇന്നത്തെ കാലത്ത് TRP എന്ന് പറയുന്നത് കുറയുമെന്നത് സ്വാഭാവികമാണ്. അത് എന്തിനും, ഇപ്പം ക്രിക്കറ്റ് എടുത്തു നോക്കട്ടെ, സ്റ്റാർ സ്പോർട്സിന്റെ TRP വളരെ കുറവായിരിക്കും. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ OTTയിലേക്കായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമുകൾ വഴിയായിരിക്കും ഷോ കാണുന്നത്. അതിന്റെ അർത്ഥം ഓഡിയൻസ് കുറഞ്ഞു എന്നതല്ല, അതിന്റെ അർത്ഥം കാണുന്ന കാഴ്ചക്കാർ സ്പ്ലിറ്റായി OTTയിലേക്ക് പോയി എന്നുള്ളത് കൊണ്ടാണ്. ഏഷ്യാനെറ്റിൽ രാത്രി 10 മണി മുതൽ അല്ലെങ്കിൽ 9 മണി മുതൽ നിങ്ങളിൽ എത്ര പേരാണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ ഉപയോഗിച്ച് ബിഗ് ബോസ് കണ്ടിട്ടുള്ളത്? ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആൾക്കാർ കൂടുതലും, അല്ലെങ്കിൽ സ്മാർട്ട് TV ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ OTT പ്ലാറ്റ്ഫോമുകൾ വഴി കാണുന്നു എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായും ഷോയുടെ TRP കുറയ്ക്കും. ഏറ്റവും കൂടുതൽ ലൈവ് സ്ട്രീമിംഗ് ആൾക്കാർ വാച്ച് ചെയ്തിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു ബിഗ് ബോസ് സീസൺ 5 എന്ന് പറയുന്നത്. ശരിയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ വളരെ വളരെ ശരിയാണ്. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവരുടെ കയ്യിൽ സ്മാർട്ട് ഫോണും
കാര്യങ്ങളുണ്ട്. പിന്നെ ഓൺലൈനായിട്ട് എല്ലാം കാണാനും കേൾക്കാനും കഴിവുണ്ട്. അതിനുള്ള അവസരങ്ങൾ നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. ഞാനടക്കം നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ടെലിഗ്രാമിൽ നിന്ന് എപ്പിസോഡുകൾ ഡൗൺലോഡ് ചെയ്ത് കണ്ടിരുന്നു. പിന്നെ പോയിരുന്ന യൂട്യൂബിൽ പോയി കാണാനാണ്. അല്ലാതെ ഞാൻ ഏഷ്യാനെറ്റിലൊന്നും കണ്ടിരുന്നില്ല. അതേപോലെ തന്നെ പലരും ഏഷ്യാനെറ്റിൽ ഇത് കൃത്യമായിട്ട് ഈ പറയുന്ന 9:30 ഒക്കെ ഇരുന്നിട്ട് 11 മണി വരെ കണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് ഈ പറയുന്ന പോലെ ഹോട്ട്സ്റ്റാറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിലായിരിക്കുള്ളൂ പരമാവധി ആൾക്കാരും ഈ പറയുന്ന ബിഗ് ബോസ് ഒക്കെ കണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന TRPയും കാര്യങ്ങളൊന്നും നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ പോലീസ് ഫീറോസ് പറഞ്ഞ റേറ്റിംഗ് കുറഞ്ഞുകൊണ്ട് പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടൊന്നല്ല, ഇതുപോലെയുള്ള പല കാര്യങ്ങളും പല ചാനലുകളിലും അത് പല ഭാഷയിലുള്ള ബിഗ് ബോസിലും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് നമ്മുടെ ഈ പറയുന്ന മലയാളം ബിഗ് ബോസിലൊന്ന് പരീക്ഷിച്ചു കുഴപ്പമില്ലാത്ത രീതിയിൽ അത് നല്ല രീതിയിൽ തന്നെ വിജയകരമായി എന്ന് തന്നെ വേണമെങ്കിൽ എടുത്ത് പറയാം. കാരണം ഈ തവണത്തെ ബിഗ് ബോസിൽ അഖിൽ മാരാറിനോട് മുട്ടി നിൽക്കാൻ പ്രത്യേകിച്ച് ഒരു വ്യക്തി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ അങ്ങനെ ശക്തമായി എതിർക്കാനോ അതിൽ എതിർത്ത് സംസാരിക്കാനോ കഴിവില്ലാത്ത ആൾക്കാർ വന്നതുകൊണ്ടാണ് ഈ കഴിഞ്ഞ സീസൺ 5 ബിഗ് ബോസ് അത്ര തണുത്ത് പോയത്. അതല്ലാതെ ആ പ്രോഗ്രാമിൽ ആരും മുൻകൂറായിട്ട് സംസാരിച്ചു നമുക്ക് ഇങ്ങനത്തെ ഒരു ഗെയിം പ്ലാൻ വെക്കാമെന്ന് വിചാരിച്ച് വന്നതുകൊണ്ടല്ല. പിന്നെ ഇതേപോലെ 100 ദിവസം ഒരു വീടിനുള്ളിൽ വേറെ പുറത്തോ കാഴ്ചകളോ കാര്യങ്ങളൊന്നും അറിയാതെ മൊബൈൽ പത്രം കാര്യങ്ങളൊന്നും ഇല്ലാതെ ഫാമിലിയെ കാണാതെ ഒക്കെ നിൽക്കുന്നവർ ഒരിക്കലും ഈ 100 ദിവസം പ്ലാൻ ചെയ്ത പോലെ ഗെയിം കളിക്കാൻ പറ്റൂല. കാരണം നമ്മളുടെ മൈൻഡ് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. നമ്മൾ സംസാരിക്കാനുള്ള വിഷയങ്ങൾ മറന്നുപോകും, വിഷയങ്ങൾ ഇല്ലാണ്ടാവും. പിന്നെ അതിനിടെ തന്നെ ഈ ആഹാരം കാര്യങ്ങളൊക്കെ കുറവും. ഇതൊക്കെ നമ്മുടെ മെന്റലി ആയിട്ട് നമ്മൾ വളരെയേറെ ഡിസ്റ്റർബ് ചെയ്യും. ആ ഡിസ്റ്റർബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നമ്മൾ എത്രത്തോളം മറച്ചു വെച്ചിട്ടുള്ള നമ്മളുടെ അതേ സ്വഭാവം പുറത്തേക്ക് വരും. അത് എന്തായാലും ഈ ഇത്ര ദിവസം നിൽക്കുന്നവർ ആ പ്രോഗ്രാമിൽ കാണാൻ നമുക്ക് കഴിയും. പിന്നെ അഖിൽ മാരാർ എന്നൊരു വ്യക്തി ആ ഗെയിം എന്താണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഗെയിം എന്ന രീതി മുന്നോട്ട് പോയതുകൊണ്ടാണ് അദ്ദേഹം ഗെയിമിൽ കളിച്ചത്. പിന്നെ വേറെ ഒരു വിഷയം കൂടി അഖിൽ മാരാർ പറയുന്നുണ്ട്. അത് അഖിൽ മാരാറിന്റെ പുറത്ത് എന്ന് വെച്ചാൽ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പുള്ള അഖിൽ മാരാർ മറന്നുകൊണ്ടാണ് ഈ മറുപടിയുമായിട്ട് അഖിൽ മാരാർ ഇതിൽ പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതും കൂടി ഒന്ന് കേട്ടു നോക്കാം. പിന്നെ ബിഗ് ബോസ് സീസൺ 4 ശേഷം കുറേ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. സീസൺ 5 ശേഷം ഇല്ല. അപ്പൊ മാനവും മര്യാദയുമുള്ള 10-20 പേരായിരുന്നേ ബിഗ് ബോസ് സീസൺ 5 വന്നിട്ട് പോയത്. അവർക്ക് മത്സരത്തെ മത്സരമായി കാണാനും ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാര്യം നോക്കി മാനവും മര്യാദയ്ക്ക് ജീവിക്കാനും ഈ വിവരക്കേടും കോമാളിത്തരങ്ങളും സമൂഹത്തിന്റെ മുന്നിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്നതല്ല, ഹൗസിനുള്ളിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്നത് ഒരു ഷോയുടെ ഭാഗമാണെന്നും പുറത്തിറങ്ങി കാട്ടിക്കൂട്ടുന്നത് കോമാളികളുടെ സ്വഭാവമാണെന്നും തിരിച്ചറിഞ്ഞ ബിഗ് ബോസ് സീസണിലെ മത്സരാർത്ഥികൾ അവരുടെ കാര്യം നോക്കി അവരുടെ മേഖലകളിൽ വളരെ മാനവും മര്യാദയ്ക്കും മുന്നോട്ട് പോകുമ്പോൾ അത് കണ്ടില്ല ഇത് കണ്ടില്ല എന്ന് പറയുന്ന വിഡ്ഢികളോടാണ് ഞാൻ ഈ പറയുന്നത്. സീസണിന് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളിൽ പല ചലഞ്ചേഴ്സ് വന്നിട്ടുണ്ട്. ചലഞ്ചേഴ്സ് വന്നത് മത്സരം മോശമായതുകൊണ്ട് അവരുടെ ക്രെഡിറ്റ് കൊണ്ട് കയറ്റാനും പിടിക്കാനൊന്നുമല്ല. അതായിരുന്നു ഈ സീസണിന്റെ കാഴ്ചപ്പാട്. എല്ലാ സീസണുകളും ഒരേപോലെ ആയിരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സീസൺ 1ഉം 2ഉം 3ഉം 4ഉം ഒക്കെ 1ന്റെ അതേ ക്രിയേറ്റീവ് ടീംസിന് തന്നെ 2ഉം 3ഉം അങ്ങ് ചെയ്തു വെച്ചാൽ പോരെ. അപ്പൊ സീസണുകൾ വ്യത്യസ്തങ്ങളായിരിക്കും എന്നുള്ള സാമാന്യ ബോധം നിങ്ങൾക്കുണ്ടാവുക. ഇപ്പൊ മനുഷ്യർ തമ്മിൽ കടിച്ചു കീറുന്നത് മാത്രം കണ്ട് ആസ്വദിക്കുന്ന, മറ്റൊരുവന്റെ വേദന കണ്ട് ആസ്വദിക്കുന്ന, മറ്റൊരുത്തിനെ കുറ്റപ്പെടുത്തുന്നത് കണ്ട് ആസ്വദിക്കുന്ന ഒരു വിഭാഗം ജനത നമുക്കിടയിലുണ്ട്. അത്തരം ആൾക്കാർക്ക് അത്തരം കണ്ടന്റുകൾ മാത്രമായിരിക്കും അവരെ ആസ്വദിപ്പിക്കുന്നത്, ഇഷ്ടപ്പെടുന്നതും. അല്ലാതെ രണ്ടുപേർ തമ്മിൽ സ്നേഹിച്ചു കഴിയുന്നതോ ഒരു മത്സരത്തെ വീറും വാശിയോടും കൂടി സമീപിച്ചിട്ടുണ്ട് ആ മത്സരത്തിൽ പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തതിനു ശേഷം സ്നേഹത്തോടുകൂടി സാഹോദര്യത്തോടു കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള അവസരങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരുക്കി കൊടുക്കുന്നതൊന്നും ഇവർക്ക് ദഹിക്കത്തില്ല. കാര്യം ഇവർക്ക് എന്താണ്, ഇവർക്ക് ഈ മൽപ്പിടുത്തങ്ങളും ആടിയും പിടി, കാര്യം ഇവർ കുടുംബത്തിൽ ഇതാണ് കണ്ടിട്ടുള്ളത്. ഇവരുടെ അച്ഛനും അമ്മയും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറുന്നത് കാണാനാണ് ഇവർക്ക് ഇഷ്ടം. അല്ലാതെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഇവർ കഴിയുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരല്ല. ഇത്തരം ടോക്സിസിറ്റി ഈ ഷോയിലേക്ക് കൊണ്ടുവന്നതും ഈ ഷോയെ ഒരു ടോക്സിക് ഷോ ആക്കി മാറ്റുന്നതും ഇത്തരം ചില ഓഡിയൻസ് കൂടിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഷോ ആയിട്ട് ബിഗ് ബോസ് മാറും. ഞാനും മുൻപ് ബിഗ് ബോസിനെ പറ്റി കുറ്റം പറയാനുള്ള പ്രധാന കാരണം ഈ പുറത്തിറങ്ങി നടന്ന് ഇവർ കാണിക്കുന്ന കോമാളിത്തരങ്ങൾ കൂടിക്കൊണ്ടാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാം, ഇത് ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഒരു വിജയി പുറത്തു വരുന്ന ഒരു ഷോയാണ്. അതുകൊണ്ട് തന്നെ ഒരു അല്പം സാമൂഹിക ബോധം ഈ വിജയികൾക്കായാലും വോട്ട് ലഭിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകണം എന്നതുകൂടി ഞാൻ ഓർമ്മ. വലിയ കാര്യങ്ങളാണ് ഈ അഖിൽ മാരാർ പറയുന്നത്. പിന്നെ മറ്റേ ടോക്സിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഖിൽ മാരാർ എന്തായാലും ബിഗ് ബോസിന്റെ ഹൗസിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് എല്ലാവരുടെയും ഒരു മോശമായ ഒരു കഥാപാത്രം എന്ന രീതിയിലാണ് അഖിൽ മാരാർ ആ പ്രോഗ്രാമിന്റെ ഉള്ളിലേക്ക് ചെല്ലുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഗെയിം പ്ലാനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് പിന്നെ ഈ ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കുക എന്ന് പറയുന്നത്. അത് വലിയൊരു കടമ്പയാണെങ്കിൽ പോലും അങ്ങനെ ആയിത്തീർന്നത്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഇത്രയും ആവോലതനമായി പറയുമ്പോൾ ഒന്ന് ഓർക്കണം അഖിൽ മാരാർ എന്തായിരുന്നു എന്നത്. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഈ കുറ്റം പറയുന്നവർ അല്ലെങ്കിൽ ഈ ഗെയിം എന്താണ്, ഇങ്ങനെയാണ് ഈ ഗെയിം. കാരണം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ മൗസ് ആൻഡ് ക്യാറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ആ പരിപാടി അതിൻ്റെ ഉള്ളിലുള്ള
എന്നുള്ളതാണ് ഈ ഗെയിം ആൾക്കാരെ കൂടുതലും ത്രില്ലടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആൾക്കാർ ഇരുന്ന് കാണുന്നത്. അതല്ലാതെ നിങ്ങളെ വീട്ടിലെ പോലെ തന്നെ ഭാര്യയും മക്കളുമായിട്ട് ഇരുന്ന് തമാശകൾ പറയുന്നു, കൂട്ടാനും കറിയും വെച്ചിരിക്കുന്നതൊന്നും കാണാനായിട്ട് ആർക്കും താല്പര്യം ഉണ്ടാവില്ല. നിങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ അതിനുള്ളിലുള്ള 10-17 പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോട്ടി ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും വഴക്കും ഒച്ചയും ബഹളവുമായിട്ട് നിങ്ങളുടെ പലരും അതിലുള്ള 17 പേരുടെ ചിന്തകളും സ്വഭാവവും പല രീതിയിലായിരിക്കും. അവരുടെ ആ പലതരം സ്വഭാവങ്ങൾ തമ്മിലുള്ള ക്ലാഷ് അത് കാണാനാണ് ഈ ആൾക്കാർ ഈ പ്രോഗ്രാം കാണുന്നത്. അതല്ലാതെ സൈലന്റ് ആയിട്ട് ഒരാൾ ഒരു സൈഡിലാണ് അങ്ങനെ ഇരുന്നാണ് പോകുന്നതെങ്കിൽ ആരെങ്കിലും ഈ ഗെയിം കാണോ? ഇല്ല. ആരെങ്കിലും ഈ പ്രോഗ്രാം കാണോ? ഇല്ല. ആ പ്രോഗ്രാം കാണെങ്കിൽ അതൊക്കെ വേണം. അതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ പ്രോഗ്രാം ഇത്ര വിജയകരമായതും താങ്കളുടെ അടക്കം ആ പ്രോഗ്രാമിൽ പോയതും താങ്കളുടെ പല പ്രോഗ്രാമും അല്ലെങ്കിൽ താങ്കൾ ഡിസൈഡ് ചെയ്ത പല ഗെയിമുകളും ഇതേപോലെയായിരുന്നു. ഒന്ന് ഓർത്ത് നോക്കിയാൽ താങ്കൾ അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം തരത്തിലുള്ള ഗെയിമുകൾ കാണിച്ചു. ഇപ്പൊ താങ്കൾക്ക് എതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ പോലും എന്തൊക്കെയായിരുന്നു? സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്നത്, അതേപോലെ തന്നെ മുണ്ട് പൊക്കി കാണിക്കല്, തെറി പറയല്, പല്ല് കടിക്കല്, തല്ലാൻ പോക്ക്, ഇതൊക്കെ കാണിച്ചിരുന്നത് എന്താണ്? ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് താങ്കൾക്ക് ഇത്രത്തോളം വോട്ട് കിട്ടിയത്, ഇത്രത്തോളം സപ്പോർട്ട് കിട്ടിയത്. താങ്കൾ ഇപ്പോൾ ഈ പറഞ്ഞ ബിഗ് ബോസ് വിന്നർ എന്ന് ജനങ്ങൾ തിരഞ്ഞെടുത്തു. അപ്പൊ താങ്കൾ അതൊന്നും മറന്നിട്ടൊന്നും പറയരുത്. പിന്നെ ഇത് എല്ലാവരും പറഞ്ഞ സത്യമാണ്. ഈ തവണത്തെ സീസൺ 5 വളരെ തണുത്ത രീതിയിലാണ് പോയത്. കാരണം ശക്തനായിട്ട് താങ്കളുള്ളപ്പോൾ താങ്കളോട് അടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു എതിരാളി ഉണ്ടായിരുന്നില്ല. അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. കാരണം താങ്കളോട് എതിർത്ത് നിൽക്കാനോ അടിച്ചു നിൽക്കാനോ ഒരാളില്ല എന്ന് സമ്മതിച്ചേ പറ്റുള്ളൂ. കാരണം താങ്കൾ ഒരു ഗെയിമറായിരുന്നു, താങ്കളെ അടിച്ചു നിന്നില്ല. അത്ര തന്നോട് താങ്കൾ വിജയിക്കാനും കാരണം താങ്കൾ ഇത്രത്തോളം ഇഷ്ടപ്പെടാനും കാരണം. അതല്ലാതെ ഈ പറയുന്ന കാണികള് പൊട്ടന്മാരോ ഭ്രാന്തന്മാരോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സൈക്കോ സ്വഭാവങ്ങളോ ഉള്ളതുകൊണ്ടൊന്നല്ല എന്ന കാര്യം ഓർക്കണം. പിന്നെ വന്ന വഴി മറക്കരുത്. അഖിൽമാരാറെ, താങ്കൾ ഈ പ്രോഗ്രാമിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് എന്തായിരുന്നു, ഇപ്പം എന്താണെന്ന് കൂടി ചിന്തിക്കണം. അതുകൂടി ഓർക്കുന്നു. പിന്നെ ഗെയിമാണ്, ആ ഗെയിം എല്ലാവരും ഗെയിമായിട്ട് തന്നെ എടുക്കാം. പിന്നെ അതേപോലെ തന്നെ സീസൺ 6 വരുന്നുണ്ട്. അതെന്തായിരിക്കുമെന്ന് നമുക്ക് വരും ദിനങ്ങളിൽ അറിയാം. പിന്നെ മറ്റൊന്ന്, ചാനൽ കാണുന്നത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. കാരണം നമ്മളൊക്കെ ജീവിച്ചു പോട്ടേ.